ഗസ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് നന്ദി പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ദോഹയിൽ നടന്ന ആദ്യഘട്ട ചർച്ചയിൽ പുരോഗതി ഉണ്ടായതിന് പിന്നാലെയാണ് ബൈഡൻ അമീറിനെ ഫോണിൽ വിളിച്ചത്. ഗസയിലെയും അധിനിവിഷ്ട ഫലസ്തീൻ മേഖലകളിലെയും നിലവിലെ സാഹചര്യങ്ങളും ചർച്ചയായി. ചർച്ചയുടെ രണ്ടാം ഘട്ടം ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ നടക്കും. MC നാസർ കൂടുതൽ വിവരങ്ങളുമായി നൽകും. നാസർ, കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്ന ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്ന് ബൈഡൻ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ ഒരു പുരോഗതിയുമില്ല എന്ന് തന്നെയാണ് ഹമാസ് വ്യക്തമാക്കിയത്. ചർച്ചയിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പുരോഗതി പറയുന്ന സാഹചര്യത്തിൽ തന്നെ ഗസയിലും അതോടൊപ്പം തന്നെ ലബനാൻ അതിർത്തിയിലും സംഘർഷം രൂക്ഷമാവുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഷഹന, വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഗസയിലും അതോടൊപ്പം തന്നെ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ലബനാനുമായിട്ട് പങ്കിടുന്ന ഏരിയകളിലും ഇന്ന് ഏറ്റവും അവസാനവും ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ ആക്രമണം പല തലങ്ങളിലേക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് 55ഓളം മിസൈലുകളാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ചത്. ഇതിൽ ഏതാണ്ട് 6ലധികം സൈനികർക്ക് പരിക്കേറ്റതായിട്ട് ഔദ്യോഗികമായി തന്നെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗസയിൽ ഒരു സീനിയർ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു വിവരവും ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേൽ സേന തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണം വ്യാപകമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഷഹന സൂചിപ്പിച്ചതുപോലെ ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തെക്കൻ ഗസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യാപകമായിട്ടാണ് ആളുകളോട് ഒഴിഞ്ഞു പോകാനുള്ള ആവശ്യപ്പെടുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സുരക്ഷിത കേന്ദ്രം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ഇനിയും ആക്രമണം തുടരുകയാണെങ്കിൽ കൂട്ടക്കുരുതി അതിൻ്റെ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുമെന്ന ഒരാശങ്ക കൂടിയുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇന്നലെ ദോഹയിൽ 2 ദിവസത്തെ ചർച്ച പരിസമാപ്തിയിൽ എത്തിയത്. ആ ചർച്ചയുടെ തുടർ നീക്കങ്ങളാണ് ഈ ആഴ്ച ഇപ്പോൾ കെയ്റോയിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ എന്നാണ് ഔദ്യോഗികമായിട്ട് ഈ ചർച്ച കെയ്റോയിൽ പുനരാരംഭിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അടുത്ത ആഴ്ച അവസാനത്തോടു കൂടി തന്നെ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് അമേരിക്കൻ നേതൃത്വം, US സ്റ്റേറ്റ് സെക്രട്ടറി മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ദോഹയിലെ ചർച്ചയ്ക്ക് ശേഷം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു. ഇനി കൈറോയിൽ എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? കൈറോയിലെ ചർച്ച എങ്ങനെയായിരിക്കും? ഹമാസിന്റെ പ്രതിനിധികൾ ആരെങ്കിലും അതിൽ പങ്കെടുക്കുമോ? കാരണം ഇസ്രായേലിന്റെ പ്രതിനിധികൾ നിലവിൽ അവിടെ തുടരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കുമോ? ഇനി കൈറോയിൽ എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? ഷഹന, ഇസ്രായേൽ സംഘം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തെല്ലവീവിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ചർച്ചകളുടെ പ്രധാനമായിട്ടുള്ള കേന്ദ്രമായിട്ട് മാറാൻ പോകുന്നത് ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോ തന്നെയായിരിക്കും. അതിനു മുമ്പ് ഒരു സാങ്കേതികമായിട്ടുള്ള സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ച ഉപാധികൾ എങ്ങനെ പ്രയോഗവൽക്കരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സാങ്കേതിക സമിതിയാണ് ഇപ്പോൾ വിലയിരുത്തൽ നടത്തുക. അത് 2-3 ദിവസം കൊണ്ട് ആ ഒരു വിലയിരുത്തൽ പൂർണ്ണതയിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് സൈനിക വൃത്തങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് മിക്കവാറും വ്യാഴം അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും കെയ്റോയിൽ ഈ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ, ഈജിപ്ത്, ഖത്തർ അതോടൊപ്പം തന്നെ അമേരിക്ക പ്രതിനിധികൾ ഒരുമിച്ച് യോഗം ചേരുന്നത്. അതോടൊപ്പം അതിലും ഹമാസ് പങ്കെടുക്കാനുള്ള സാധ്യത വളരെ വിരളം തന്നെയാണ്. പക്ഷേ ഹമാസുമായിട്ട് അനൗപചാരികമായിട്ട് ഖത്തർ നേതൃത്വം ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജൂലൈ 2-ന് ഹമാസ് നേതൃത്വം ബൈഡൻ മുന്നോട്ട് വെച്ച പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് തങ്ങളുടേതായിട്ടുള്ള ചില നിഗമനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ചില നിർദ്ദേശങ്ങളും അതിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലുള്ള അന്തിമമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു തീരുമാനം തങ്ങൾക്ക് ലഭ്യമാകാത്ത ഒരു സമയത്ത് ഇനിയും അത്തരം ചർച്ചകളിൽ അത്തരം ചർച്ചാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു തീർപ്പിലാണ് തങ്ങൾ എത്തിച്ചേർന്നത് എന്നാണ് ഹമാസ് അറിയിക്കുന്നത്. പക്ഷേ എങ്കിലും പ്രതീക്ഷകളുണ്ട്. കാരണം ജൂലൈ 2-ന് ഹമാസ് ഔദ്യോഗികമായിട്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സംഘവുമായിട്ട് ചർച്ച തുടരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ഈ ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയും ഗസയിൽ നിന്ന് സൈന്യം പൂർണ്ണമായിട്ട് പിൻവാങ്ങുകയും അങ്ങനെ ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള വടക്കൻ ഗസയിൽ നിന്ന് മടങ്ങിപ്പോയ അല്ലെങ്കിൽ അവിടുന്ന് പുറന്തള്ളിയ എല്ലാ പലസ്തീനികൾക്കും തിരിച്ചു വരാനുള്ള അവസരമാണ്. ഈ 3 ഇന അജണ്ടകളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. അതിൽ ഇസ്രായേൽ എന്ത് നിലപാടെടുക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്ന് അല്പം വൈകിട്ടാണ് ഇസ്രായേൽ ദോഹയിൽ നിന്ന് മടങ്ങിയെത്തിയ സംഘം നെതന്യാഹുവിന് മുമ്പാകെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ഒരു സൂചനയാണ് പ്രത്യേകിച്ച് സൈനിക വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രയോഗതലത്തിൽ വരണമെങ്കിൽ
അല്ലെങ്കിൽ നെതന്യാഹു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എന്തായിരിക്കും നെതന്യാഹു ഈ തുടർ ആശങ്കയായി നിലനിൽക്കുന്നത് ഈ ലബനാനിൽ തുടരുന്ന ആക്രമണമാണ്. അതായത് ലബനാനിൽ കടുത്ത ആക്രമണം തന്നെ ഇസ്രായേൽ അഴിച്ചുവിടുന്നു. ഇന്നലെ ഈ ചർച്ച തുടരുന്നതിനിടെ ചർച്ചയ്ക്കിടെ തങ്ങൾ ആക്രമിക്കില്ലെന്ന് ഹിസ്ബുൾ അറിയിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെയാണ് താമസ സമുച്ചയങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ആക്രമണം. ഇതിന് പിന്നാലെ പ്രത്യാക്രമണം ഉണ്ടാകുന്നു. അപ്പർ ഗലീലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ 50-ലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വർഷിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ലബനാനിൽ ഈ ഒരു മേഖലാ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു ആക്രമണ രീതി ഇസ്രായേൽ തുടരുന്നു. ഒപ്പം വെസ്റ്റ് ബാങ്കിൽ ഇന്നലെ നമുക്കറിയാം വെസ്റ്റ് ബാങ്കിൽ ഒരു കലാപം തന്നെയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ അഴിച്ചുവിടുന്നത്. ഇതിനെതിരെ അപലപിച്ച് US അടക്കം രംഗത്തെത്തുന്നു. ഇതൊരു തടസ്സമാവില്ലേ? അതായത് ഈ മുന്നോട്ട് വെച്ച കരാർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഉള്ള സാഹചര്യം നിലവിലുണ്ടോ? ഷാന, ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം ഈ മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ സംഘർഷത്തിൻ്റെ അടിസ്ഥാന കാരണം എന്നത് പിന്നിട്ട 10 മാസമായി തുടരുന്ന ഗസ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് ഒരു വെടിനിർത്തലിലൂടെ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ മേഖലാ യുദ്ധം എന്ന ആ വലിയ ആശങ്ക മാറിക്കിട്ടുക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ഖത്തറാവട്ടെ, ഈജിപ്ത് ആവട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ഈ ഗസയിൽ ഒരു വെടിനിർത്തൽ വന്നാൽ സ്വാഭാവികമായി തന്നെ ഈ ഭാഗങ്ങളിലേക്കുള്ള ലബനാനിൽ നേരെയുള്ള ആക്രമണം, അതല്ലെങ്കിൽ ഹൂത്തികളുടെ ആക്രമണം, ഇറാന്റെ ആക്രമണത്തിലൊക്കെയും ഒരു പരിധി വരെ അത് തടഞ്ഞു നിർത്താൻ സാധിക്കും. അതല്ല എങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളത് 2 ചോയ്സ് മാത്രമാണ്. ഒന്നുകിൽ വെടിനിർത്തൽ കരാറുമായിട്ട് മുന്നോട്ട് പോകുക, അതല്ല എങ്കിൽ ഒരു മേഖലാ യുദ്ധത്തിന് തയ്യാറാവുക. ഇതിൽ നെതന്യാഹു സർക്കാർ ഏത് സ്വീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ലബനാൻ അതിർത്തിയിൽ വലിയ തോതിലാണ് ഇന്ന് സംഘർഷം അതിന്റെ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നത്. നിരവധി സൈനികർക്ക് പരിക്കേറ്റതായിട്ട് ഈ ഔദ്യോഗികമായി തന്നെ ഇസ്രായേൽ നേതൃത്വം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ മൂലം 6 പേരിലധികം കൊല്ലപ്പെട്ടതായിട്ട് ലബനാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. 55-ലധികം മിസൈലുകൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടു എന്നാണ് ഏറ്റവും അവസാനമായിട്ട് ഹിസ്ബുല്ല അവകാശപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇറാന്റെ പ്രത്യാക്രമണം എപ്പോൾ ഉണ്ടാകുമെന്നൊരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മേഖലാ യുദ്ധം ഒഴിവാക്കണമെങ്കിൽ ഈ കൈറോയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അതിലേക്ക് ഇസ്രായേൽ നേതൃത്വത്തിന് എത്ര കണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഏതായാലും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഇസ്രായേലിൽ എത്തുന്നുണ്ട്. ഇതോടുകൂടി ചർച്ചയ്ക്ക് കൂടുതൽ ഗതിവേഗം ലഭിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഖത്തറിലെ ദോഹയിൽ പുനരാരംഭിച്ച ചർച്ച ഇനി കൈറോയിലാണ് ചർച്ച തുടരുക. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.